ഹലോ മക്കളെ, യെസ്, അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഹിസ്റ്ററിയിൽ 2 ചിറകുകളിൽ ഒന്നായിട്ടുള്ള ജോഗ്രഫിയിലെ 9ാമത്തെ ചാപ്റ്ററുമായിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്ത് പഠിപ്പിച്ചതിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെനിക്കത് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ, നല്ല അടിച്ചു പൊളിച്ചിരിക്കല്ലേ, പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അല്ലേ. നമ്മുടെ എക്സാംസ് ഒക്കെ മെയിൻ എക്സാംസ് എപ്പോൾ ഇങ്ങെത്തും. ഓക്കെ, അപ്പൊ അതിന് മുമ്പോടിയായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പഠിപ്പിച്ച് തരണം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടൈമിൽ ഒരു ചാപ്റ്റർ ആണ് ഈ 9th ചാപ്റ്റർ ജോഗ്രഫിയിലെ സിമ്പിൾ ആൻഡ് ഹംബിൾ. എൻ്റെ എപ്പോഴും ഞാൻ പറയുന്ന വാക്കാണ് സിമ്പിൾ ആൻഡ് ഹംബിൾ. കിട്ടില്ല ചാപ്റ്റർ, ഒന്നും പറയാനില്ല, സൂപ്പർ ചാപ്റ്റർ ആണ് നമ്മുടെ ഈ 9th ചാപ്റ്റർ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ റിവൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് പഠിക്കാൻ പോകണം, ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഓവർവ്യൂവിൽ പറഞ്ഞു പോകാൻ പോകണം. അപ്പൊ എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു നോട്ട്ബുക്കും പേനയും എടുക്കുക, ടെക്സ്റ്റ് ബുക്കും മെറ്റീരിയൽ എടുക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് നോട്ട് ചെയ്യുക, മാർക്ക് ചെയ്യുക, സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 6 മതിച്ചങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയണ്ട, എല്ലാവരും നല്ല സെറ്റായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നമ്മളത് പറഞ്ഞ് പഠിച്ച് ഈ ചാപ്റ്റർ പറഞ്ഞ് പഠിച്ച് പോകാൻ. ആരും മടി കാണിക്കേണ്ട, നമുക്ക് സമയമില്ല, നമുക്ക് കളിക്കാനുള്ള സമയമില്ലത്. പരീക്ഷ ഇപ്പം എത്തും. അപ്പോൾ ഈ ചാപ്റ്റർ ഇപ്പം അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ലേ? യെസ്, അപ്പോൾ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിന്റെ പേരെന്താ? എന്താ യെസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ആണ്. എല്ലാവർക്കും ചില ടീംസ് ഉണ്ടാവും, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സാറേ പഠിക്കണോ, ഒന്നുകൂടി റിവൈസ് ചെയ്തോടപ്പാ, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് ചെയ്യുക. സിമ്പിൾ ചാപ്റ്റർ ആണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഓക്കെ, അപ്പോൾ പഠിക്കാൻ പോവാണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ ബേസ് ആണ്. അപ്പോൾ ഒന്ന് പഠിക്കുക. ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇയാളെ കുറിച്ചും അതേപോലെ തന്നെ കുറച്ച് മറ്റാൾക്കാരെ കുറിച്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ അങ്ങ് തീർന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതീയ റിസർവ് ബാങ്ക്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ അപ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് എന്ത്? ഭാരതീയ റിസർവ് ബാങ്ക്. അതേപോലെ ഈ സ്ഥാപനം 1935 സ്ഥാപിതമായി. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാ ബാങ്കിങ്ങിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കാണ്, എല്ലാ ബാങ്കുകളെ അപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ. ഓക്കെ, അതേപോലെ തന്നെ ഇത് 1935 സ്ഥാപിതമായത് ഞാൻ പറഞ്ഞു. ബോംബെയിലാണ് ഇതിന്റെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ്. സിമ്പിൾ അല്ലേ? ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ ടിക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായി. ഓക്കെ, ഞാൻ ഒന്ന് ടെസ്റ്റ് അടിച്ചാണ്. ഇപ്പൊ ടിക്ക് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ വിഷ്വലി സെറ്റ് ആയിട്ടിരിക്കും. ഇനി ടിക്ക് അടിക്കാത്ത സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടെന്നറിയാം. സ്റ്റാർ ഇട്ട് വെച്ചത് ഈ സാധനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ. അപ്പൊ നമുക്ക് പഠിക്കാം. ഒരു ടിക്കിന്റെ കുറവാണ്, ഇവിടെയും കൂടി ഇങ്ങനെ ടിക്ക് ഇട്ടേക്കാം. ഓക്കെ, ഫസ്റ്റ് ആണ് നമ്മുടെ പ്രിന്റിംഗ് ഓഫ് കറൻസി, അതായത് നോട്ട് അച്ചടിച്ചിറക്കല്. രണ്ടാമത്തെ എന്താണ്? കൺട്രോളിംഗ് ക്രെഡിറ്റ്, അതായത് വായ്പ നിയന്ത്രിക്കല്. മൂന്നാമത് ബാങ്കർ ടു ഗവൺമെന്റ്, സർക്കാരിന്റെ ബാങ്ക്. 4ാമത്തെ പോയിന്റ് ബാങ്കേഴ്സ് ബാങ്ക്, അതായത് ബാങ്കുകളുടെ ബാങ്ക്. ഇതാണ് 4ാമത്തെ അല്ലെങ്കിൽ 4 പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻസ് മക്കൾ ആദ്യം പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നത് മനസ്സിലായ കാര്യമാണ്. ഓക്കെ, ഇതങ്ങ് പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, സെറ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. അതായത് ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ പറഞ്ഞു പോകാൻ പോവാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ക്ലാസിഫൈ ദ ഫംഗ്ഷൻസ് ഓഫ് ദ റിസർവ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പേരങ്ങ് എഴുതി വെച്ചേക്കാം, വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇനി എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് RBI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചേട്ടൻ എഴുതാ, എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ ഓരോ ചേട്ടന്മാർ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കളിക്കുക. അപ്പോൾ ഫസ്റ്റ് കാര്യമാണ് പ്രിന്റിംഗ് ഓഫ് കറൻസി, നോട്ട് അച്ചടിച്ചിറക്കൽ. അപ്പോൾ റിസർവ് ബാങ്ക് ആണ് ഈ 1 രൂപ ഒഴിച്ച് എല്ലാ നോട്ടുകളും റിസർവ് ബാങ്ക് ആണ് അച്ചടിച്ച് ഇറക്കുന്നത്. 1 രൂപ അച്ചടിക്കും, 1 രൂപയും 1 രൂപയായിട്ട് ബന്ധപ്പെട്ട മറ്റു കോയിൻസ് ഒക്കെ അച്ചടിച്ചിറക്കുന്നത് ആരാ? നമ്മുടെ സെൻട്രൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് കൺട്രോളിംഗ് ക്രെഡിറ്റ്, വായ്പ നിയന്ത്രിക്കല്. Controlling of credit is one of the main functions of the RBI. This is made possible by bringing about changes in the rate of interest. As rate of interest increases, volume of loan decreases and vice versa. Okay, അപ്പോൾ ക്രെഡിറ്റ് ഇല്ലേ, കടം നിയന്ത്രിക്കുക ഇല്ലേ, വായ്പ നിയന്ത്രിക്കണം, ഇതിന്റെ മെയിൻ ഒരു ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, ഈ പറഞ്ഞ പലിശ നിരക്കിൽ ഞാൻ പറഞ്ഞിട്ട് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതായത് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മുടെ വോളിയം ഓഫ് ലോൺസ് അത് ഡിക്രീസ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും അത് വായിച്ച് പഠിച്ചു വെച്ചേക്കാം, സെറ്റാണ്. അതിനുശേഷം വരുന്നത് ബാങ്കർ ടു ഗവൺമെന്റ് ആണ്, സർക്കാരിന്റെ ബാങ്കാണ്. As a banker to the government, the Reserve Bank of India accepts deposit from the government, sanctions loans and renders other banking services to government. Okay, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ബാങ്ക് ആയി പ്രവർത്തിക്കുക എന്നതാണ് റിസർവ് ബാങ്കിന്റെ ധർമ്മം. പിന്നെ അതേപോലെ ഇതനുസരിച്ച് സർക്കാരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റു ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാ ബാങ്കുകളുടെയും അച്ഛൻ, പിതാവ്. അപ്പോൾ അവരെന്ത് ചെയ്യും? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ നൽകും. അതേപോലെ തന്നെ നമ്മുടെ ഈ മറ്റു ബാങ്കുകൾ, ഓക്കെ, മറ്റ് ബാങ്കുകൾ ഒക്കെ അവർക്ക് അവരുടെ സേവനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സേവനങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ മറ്റു ബാങ്കിങ് സേവനങ്ങൾ ഇവർ നൽകുമെന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടും. മറ്റു ബാങ്കിങ് സേവനങ്ങളൂടെ ഇവിടെ നൽകും. അതേപോലെ ഈ വായ്പ നൽകും. പിന്നെ റിസർവ് ബാങ്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ബാങ്കായിട്ട് പ്രവർത്തിക്കും. ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കീ പോയിന്റ്സ് ആണ്. മസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കിന്റെ രാജാവ് നമ്മുടെ RBI. The Reserve Bank of India advise and assist all banks in their operations. It acts as a last resort to all banks in their financial matters. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് നമ്മുടെ റിസർവ് ബാങ്ക്. അവരുടെ ചരട് അല്ലെ, അച്ഛനാണ്. എല്ലാവരുടെയും ചരട് കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. മെയിൻ ധർമ്മം, ഒരു ധർമ്മം പഠിച്ചു. സംസ്ഥാന സർക്കാരിനെയും അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളം വരുമല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും സഹായിക്കുക എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അതേപോലെ തന്നെ മറ്റു ബാങ്കുകൾ സഹായിക്കുക അല്ലേ? പാവങ്ങളല്ലേ സഹായിക്കണ്ടേ? അച്ഛനല്ലേ സഹായിക്കണ്ടേ? സഹായിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന്റെ ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓൾറെഡി സ്റ്റാർ ചെയ്ത് വെച്ച കാര്യമാണ്, ടിക്ക് അടിച്ച് വെച്ച കാര്യമാണ്. എല്ലാവരും അത് സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ധനകാര്യ സ്ഥാപനങ്ങൾ. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് where financial transaction like deposit, loan, etc. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപിക്കുക ഇല്ലേ? ബാങ്കിൽ പോകൂലേ? ബാങ്കൊക്കെ ഈ പറഞ്ഞ ധനകാര്യ സ്ഥാപനങ്ങളാണ്. അറിയാലോ, പലിശ, അതായത് നമ്മുടെ പലിശ കൊടുക്കുക, എന്തായാലും ലോൺ എടുത്താൽ പലിശ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ലോൺ എടുക്കുക, ഡിപ്പോസിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ്? നമ്മൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അതറിയാലോ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇതിന്റെ ബേസ് ആണ്. ഓക്കെ, ഇതങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കൊന്നുമില്ല, സിമ്പിൾ അല്ലേ? ഇതിന്റെ ഈ സാധനമാണ് ഇതിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇതിന്റെ ടൈപ്സ് എന്നൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാം. 2 ചിറക് മെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ആണ് ബാങ്ക്സ്, അതേപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ധനകാര്യ സ്ഥാപനങ്ങളുടെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഫങ്ഷൻസ് എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ് മാറിപ്പോയതാണ്. ക്ലാസിഫിക്കേഷൻസ് ആണ് 2 വരുന്നുണ്ട്. ഒന്ന് ബാങ്കും ഒന്ന് ഈ പറഞ്ഞ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, സെറ്റ് അല്ലേ? അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബാങ്ക്സ് ആണ്. ബാങ്ക്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോർപ്പറേറ്റീവ് ബാങ്ക്സും ഡെവലപ്മെന്റൽ ബാങ്ക്സും സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സും വരുന്നുണ്ട്. ഓക്കെ, അതായത് വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, പിന്നെന്താ വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ഓക്കെ, ഇത് പാട്ട് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായിരിക്കൂല. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോർപ്പറേറ്റീവ് ബാങ്ക്സ്, ഡെവലപ്മെന്റ് ബാങ്ക്സ്, സ്പെസിഫൈഡ് ബാങ്ക്സ്. ഓക്കെ, സെറ്റാണ്. ഇനി നമ്മുടെ അപ്പുറത്തവൻ ചേട്ടൻ വന്നു, ബാങ്ക് വന്നു, അനിയൻ വരണ്ടേ? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. അവന്റെ 3 ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, പഠിച്ചോ? എന്നാ പിടിച്ചോ, ഇത്രയേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികള്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങള്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനികൾ. ഓക്കെ, പ്രധാനമായിട്ടും ഇത്രയും
കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ 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 എല്ലാവരും ഈ ക്ലാസിഫിക്കേഷൻസ് ഈ പേര് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. നേരത്തെ നമ്മൾ കുറച്ച് പേര് പഠിച്ചില്ല, അതേപോലെ ഇതും ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. വെരി 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 ഇമ്പോർട്ടന്റ് 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 ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ മുഴുവനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതായിട്ട് ബേസ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ്. ഇതിനും ഇനി ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ബാങ്കുകൾ എന്താണെന്ന് പഠിക്കാം. ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ. ബാങ്കുകൾ എന്താ? ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ഗ്രാന്റ് ലോൺസ് ടു ദ നീഡി സബ്ജക്ട് ടു കണ്ടീഷൻസ്. ദേ ഓപ്പറേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ജനറൽ ഗൈഡ് ലൈൻസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റ് ബൈ ദ RBI. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്ത്? ബാങ്ക്. ഓക്കെ, അതേപോലെ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ പോലെയല്ലേ മക്കൾ കേൾക്കുള്ളൂ. അതേപോലെ തന്നെ RBIയുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സെറ്റ്. ഇനി ഇവരും പ്രധാനമായിട്ട് ബാങ്ക്സ് എന്തൊക്കെയാ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാ അവർ ചെയ്യുന്നത്? accept deposits from individuals, institutions and government. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിവിജ്വൽസ് ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഡിപ്പോസിറ്റ്സ് അല്ലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കും. ആര്? നമ്മുടെ ഈ പറഞ്ഞ ബാങ്ക്സ്. സെറ്റല്ലേ? ഇങ്ങനെ വടമനെ വാ ഇങ്ങനെ സ്വീകരിച്ച് മേടിക്കും. അത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, ഒരു പരിപാടിയാണ്, ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തത് ഗീവ് ബാക്ക് ദ ഡിപ്പോസിറ്റ് എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ആ എമൗണ്ടിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് കൂടി ചേർത്തായിരിക്കും ഇവരെന്താ ഗീവ് ബാക്ക് ചെയ്യുക, കൊടുക്കുക. പലിശയും കൂടി ഉണ്ട്. ഓക്കെ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. അതേപോലെ ഗ്രാൻഡ് ലോൺസ് ടു ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെന്റ്. ഓക്കെ, നമുക്ക് പേഴ്സണൽ ലോൺ വെക്കാം. ഓക്കെ, പല ലോൺസിന് ടൈപ്സ് വരുന്നുണ്ട്. അത് വെക്കാം, ഗവൺമെന്റിന് കൊടുക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്താ ഈ പറഞ്ഞ ലോൺസ് ആര് കൊടുക്കും? നമ്മുടെ ഈ പറഞ്ഞ ബാങ്ക്സ് കൊടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കളക്ട് ലോൺ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. ലോൺ കൊടുക്കും, പക്ഷെ എന്താണ്? തിരിച്ചു മേടിക്കും, അതിന്റെ പലിശയും ഇൻട്രസ്റ്റും ചേർത്ത് മേടിക്കും. ഓക്കെ, ഇത് പഠിച്ചു വെച്ചിരിക്കുക. വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ബാങ്ക് എന്ന് ചുമ്മാ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാലോ. ഓക്കെ, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ഈ പോയിന്റ്സ് മസ്റ്റ് ആണ്. ഇനി അടുത്തത് വാട്ട് ആർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? നമ്മൾ ഇതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുകയാണ്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദ ഓൾഡസ്റ്റ് ബാങ്ക്സ് ആൻഡ് ഹാവ് മെനി ബ്രാഞ്ചസ്. ദീസ് ബാങ്ക്സ് വിച്ച് പ്ലേ എ മേജർ റോൾ ഇൻ ദ കൺട്രീസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഇവർ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബാങ്കാണ്. ഈ കൺട്രിയുടെ, ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് ധനകാര്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വാണിജ്യ ബാങ്കാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക്സും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും. അതായത് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ SBI എന്ന് പറഞ്ഞ ബാങ്കിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടില്ലേ? അത് ഏത് സെക്ടറിൽ വരും? പബ്ലിക്കിലാണോ പ്രൈവറ്റിലാണോ? കമന്റ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും വരും. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിന് പിന്നെയും രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്ക്സും പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സും. അതായത് സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളും സ്വകാര്യ വിദേശ ബാങ്കുകളും. ഈ ക്ലാസിഫിക്കേഷൻസ് കാണുന്നതെല്ലാം പഠിച്ചു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താ? നമ്മുടെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്സ്. ഡിപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ. അതിന്റെ ടൈപ്സ് എത്രയാണ്? അതായത് ടൈപ്സ് എങ്ങനെയൊക്കെയാണ് അത് ക്ലാസിഫൈ ചെയ്ത് വരുന്നത്? വാണിജ്യ ബാങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എത്ര തരം നിക്ഷേപങ്ങൾ നടത്താം, അത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് സ്റ്റാർ. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ തന്നെ എൻ്റെ ഒപ്പം പറഞ്ഞ് പഠിച്ചു വയ്ക്കോ. ഫസ്റ്റ് ആണ് സേവിങ്സ് ഡിപ്പോസിറ്റ്, അതായത് സമ്പാദ്യ നിക്ഷേപം. രണ്ടാമത് പ്രചലിത നിക്ഷേപം, അതായത് കറണ്ട് ഡെപ്പോസിറ്റ്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിര നിക്ഷേപം. പിന്നെ എന്താ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിത നിക്ഷേപം. ഓക്കെ, ഈ 4 പോയിന്റ്സ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ റിയാക്ഷൻസ് കൂട്ടി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? സെറ്റല്ലേ? മനസ്സിലായ കാര്യമാണ്. അതെ, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഫ്ലോയിൽ മനസ്സിലായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലായോ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കയറി വരാൻ തുടങ്ങിയിരിക്കണോ? എപ്പോഴും ഇത് കയറി വരും. ഓക്കെ, ഇത് എല്ലാവരും പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് സെറ്റാണ്. ഇനി അതില് ഈ പറഞ്ഞ ഡെപ്പോസിറ്റ്സ് അത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ ഒന്ന് സെറ്റായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, സേവിങ്സ്, കറണ്ട്, ഫിക്സ്ഡ്, റെക്കറിംഗ്. ഓക്കെ, സെറ്റാണ്. ഇനി പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്താണെന്ന് പഠിക്കാം. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്താണെന്ന് പഠിക്കാം. ദീസ് ബാങ്ക്സ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആണ് ഇത് ഓൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുന്ന ബാങ്ക്സ് ആണ്. അതേപോലെ ദെയർ ഫംഗ്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ RBI ആണ് എല്ലാ കാര്യങ്ങളും ഇവരെ നിയന്ത്രിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അതർ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആർ ദ എക്സാമ്പിൾ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഒരു ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് വായിച്ചവർക്ക്
കത്തിയ ആളുകൾക്ക് എന്താ കമന്റ് ബോക്സിൽ ഒരു സാധനം വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ലേ, രാമനാരായണ. ഇനി അടുത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്താണെന്ന് നോക്കാം. സ്വകാര്യ ബാങ്കുകൾ. പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്ക്സ് ആൻഡ് പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സ് ആർ ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ദേ ഓൾസോ ഓപ്പറേറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI. ഇവരും RBIയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഈ ബാങ്ക് എന്താ അവരുടെ കീഴിലായിരിക്കും എന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സ് വിച്ച് ഹാവ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ ബട്ട് ഹാവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ എ ഫോറിൻ കൺട്രി. അപ്പോൾ പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിലായിരിക്കുള്ളൂ. പക്ഷേ എന്താണ് ഇന്ത്യയിലായിരിക്കുള്ളൂ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. പക്ഷേ എന്താ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങ് ദൂരെ വിദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുള്ളൂ. വല്ല അമേരിക്ക അല്ല, വല്ല UK അല്ല, അവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ മലയാളം വായിക്കേണ്ട കാര്യമില്ല, നമ്മൾ സെറ്റ് ചെയ്ത് പറഞ്ഞാണ്. ഇനി ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ എന്താണ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ദ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ഗ്രാൻഡ് ലോൺസ് ടു ട്രേഡ്, പിന്നെ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ എക്സെട്ര സബ്ജക്ട് ടു സെർട്ടൈൻ കണ്ടീഷൻസ്. വാണിജ്യ ബാങ്കിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ചില നിബന്ധനകൾക്ക് വിധേയമായി പൊതുജനങ്ങളിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിക്കുകയും ഇവ വ്യാപാരം, വ്യവസായം, കൃഷി എന്നിവയിലേക്കുള്ള വായ്പകളായിട്ട് പൊതുജനങ്ങൾക്ക് നൽകുക എന്നതാണ്. ഓക്കെ, സെറ്റാണ്. അതിനുശേഷം നമുക്ക് എന്താണ് സേവിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന് നോക്കാം. ഡെപ്പോസിറ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളിത് കൺഫ്യൂഷൻ അടിക്കേണ്ട, ഓരോ സാധനങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ഇതിലൂടെ പോകുന്നത്. ഓരോ ചിറകും നമ്മൾ പഠിച്ചില്ലേ, അപ്പോൾ നിങ്ങൾ ആ പേര് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓരോന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവില്ലേ. അതാണ് ആദ്യം ഞാൻ ഇത് പഠിക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സേവിങ്സ്, ഡെപ്പോസിറ്റ്, സമ്പാദ്യ നിക്ഷേപം എന്താണെന്ന് നോക്കാം. ദിസ് സ്കീം ഹെൽപ്സ് ദ പബ്ലിക് ടു ഡെപ്പോസിറ്റ് ദയർ സേവിങ്സ്. ബാങ്ക് പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ സച്ച് ഡെപ്പോസിറ്റ്സ്. ദ ഡെപ്പോസിറ്റർ ക്യാൻ വിഡ്രോ ദ മണി ഫ്രം ദ ഡെപ്പോസിറ്റ്സ് സബ്ജക്ട് ടു റെസ്ട്രിക്ഷൻസ്. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ സേവിങ്സ് ഡെപ്പോസിറ്റ്, സമ്പാദ്യ നിക്ഷേപം. അതേപോലെ തന്നെ ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ്. അതായത് സേവിംഗ് ഡെപ്പോസിറ്റിന് എന്താ പലിശ കുറവാണേ, ഹൈ റേറ്റ് കൊടുക്കണ്ട, ലോ റേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, നിയന്ത്രണങ്ങൾ വിധേയമായി നിക്ഷേപത്തിന് ഈ നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഈ പറഞ്ഞ റെഗുലേഷൻസ് ഒക്കെ വെച്ച് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ഇളവാണ് നമുക്ക് ഈ പറഞ്ഞ ഈ മൂന്നാമത്തെ കാര്യം വരുന്നത്. എന്താ, അവർക്ക് ഈ നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള അവസരമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി അടുത്തത് എന്താണ് കറന്റ് ഡെപ്പോസിറ്റ്? പ്രചലിത നിക്ഷേപം എന്താണ്? ഫെസിലിറ്റീസ് ടു ഡെപ്പോസിറ്റിംഗ് ആൻഡ് വിഡ്രോയിങ് മണി മെനി ടൈംസ് ഇൻ എ ഡേ, യൂസ്ഡ് mainly by traders and industrialists. This type of deposits does not receive any interest. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ കറന്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇത്തരം നിക്ഷേപത്തിന് പലിശ ലഭിക്കുകയില്ല. ഓക്കെ, ഞാനിത് പറഞ്ഞിങ്ങനെ തരേണ്ട കാര്യമില്ല, ഇത് ഈ വായിച്ച് ഇപ്പൊ കാര്യം ക്ലിയർ ആയിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. ഇനി എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? നമ്മൾ ഇപ്പൊ എന്ത് പഠിച്ചു? സേവിങ്സ് പഠിച്ചു, അതേപോലെ തന്നെ എന്ത് പഠിച്ചു? കറണ്ട് എന്ന് പറഞ്ഞ സാധനം പഠിച്ചു. കറണ്ട് തൊട്ടാ ഷോക്ക് അടിക്കുന്ന സാധനമല്ല, കറന്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇതിൽ പിന്നെ നമ്മൾ വരുന്ന മൂന്നാമത്തെ ഡെപ്പോസിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഉറക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഞാൻ തന്നെ ഉറക്കെ പറഞ്ഞു, പെട്ടെന്ന് ക്ലാസ്സിലാണെന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ലൈവ് ക്ലാസ്, ഇന്ററാക്റ്റീവ് ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ അതേപോലെ ഡെപ്പോസിറ്റിംഗ് മണി ഇൻ ബാങ്ക്സ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. അതാണ് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ വരുന്നത്. പ്രൊവൈഡ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ദാൻ അതർ ഡെപ്പോസിറ്റ്. അതായത് മറ്റ് ഇൻട്രസ്റ്റുകൾ, അതായത് മറ്റ് ഡെപ്പോസിറ്റിന്, അതായത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എന്താ നമുക്ക് അതിന് പലിശ കിട്ടും. ഓക്കെ, അപ്പോൾ അത് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എന്താ ഇതിന് ഹൈ ആയിരിക്കുള്ളൂ. അതാണ് എന്തെങ്കിലും പൈസ ലോട്ടറി ഒക്കെ അടിച്ച് കുറെ കാശ് കിട്ടി കഴിഞ്ഞാൽ FD കൊണ്ടിടൂ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ആ പലിശ കാശ് വെച്ച് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ അതേപോലെ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ടൈം പീരിയഡ് ഫോർ വിച്ച് ദ മണി ഈസ് ഡെപ്പോസിറ്റഡ്. അതായത് ആ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് സമയത്താണോ അത് ഡെപ്പോസിറ്റ് ആവുന്നത്. ഓക്കെ, അത് അനുസരിച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് വേറെ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, അതായത് ആവർത്തിത നിക്ഷേപം. റെക്കറിംഗ് ഡെപ്പോസിറ്റ് റിസീവ് എ സ്പെസിഫിക് എമൗണ്ട് എവറി മന്ത് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അതായത് എന്താ ഒരു നിശ്ചിത തുക, എന്താ ഒരു നിശ്ചിത സമയ കാലാവധിയിൽ എന്താ അവർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ അവർക്കൊരു നിശ്ചിത തുക ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്താ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട്. ഓക്കെ, ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് വിൽ ബി റിക്കറിംഗ് ദാൻ സേവിംഗ് ഡെപ്പോസിറ്റ്സ്. ഓക്കെ,
ഒന്നുകൂടി വായിക്കാം, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് വിൽ ബി ഹയർ ദാൻ സേവിങ്സ് ഡെപ്പോസിറ്റ്. അതായത് ഇതിന്റെ റേറ്റ് എന്താണ്, സേവിംഗ് ഡെപ്പോസിറ്റ്സിനെക്കാളും ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഇവർക്ക് ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റുകാർക്ക് എന്താ ഒരു സ്പെസിഫിക് എമൗണ്ട് എവരി മന്ത് കിട്ടുമെന്ന് പറയുന്നു, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ. പിന്നെ അതേപോലെ തന്നെ അതായത് സ്പെസിഫിക് എമൗണ്ട് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ കിട്ടുമെന്ന് പറയുന്നു. അതേപോലെ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് വെച്ച് നോക്കുമ്പോൾ സേവിങ്, അതായത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മുടെ ഈ സേവിങ് ഡെപ്പോസിറ്റ് വെച്ച് നോക്കുമ്പോൾ എന്താ അതിനേക്കാളും മുകളിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, ഒന്നുകൂടി പറയാം, കാരണം ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ ട്വിസ്റ്റ് ആയാറാണ് ഒന്നുകൂടി പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പെസിഫിക് എമൗണ്ട് എല്ലാ മാസവും ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, ആ ഒരു കാലാവധിക്ക് അത് വെച്ചിട്ട് എന്താ ഈ പറഞ്ഞ എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് നമ്മുടെ ഈ സേവിങ്സ് ഡെപ്പോസിറ്റ്, ഓക്കെ, അതിനേക്കാളും ഹൈ ആണെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രൊവൈഡിങ് ലോൺസ്, ബാങ്ക്സ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ബാങ്ക്സ് പലതരത്തിലുള്ള ലോൺസ് എന്താണ് ഇൻഡിവിജ്വൽസിനും ഈ പറഞ്ഞ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഇനി അതേപോലെ തന്നെ ബാങ്ക് ലെൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് കൊലാട്രൽ, അതായത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ വായ്പ നൽകുന്നത്. ഇത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്കൽ അസറ്റ് ഗോൾഡ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, അതായത് നമ്മുടെ ആസ്തികളിലെ നമ്മുടെ ആധാരം പണയം വെച്ച് മറ്റേ സ്ഥലം പറയില്ല, ആരാധവും താക്കോലും. ഓക്കെ, ആധാരമൊക്കെ പണയം വെച്ച് നമ്മൾ എന്താ ലോൺ എടുക്കാറുണ്ട്, പിന്നെ ഗോൾഡൊക്കെ പണയം വെച്ച് ലോൺ എടുക്കാറുണ്ട്. പിന്നെ എന്താ നമ്മുടെ ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റും അതിനെന്താ ഈ സ്ഥിര നിക്ഷേപത്തിന്റെ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, അതിന്റെ കടലാസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ലോൺ നമുക്ക് ലഭ്യമാകാറുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ വാട്ട് ആർ ദ പർപ്പസ് ഫോർ ബാങ്ക്സ് ടു പ്രൊവൈഡ് ക്യാഷ് ക്രെഡിറ്റ് ടു ദ പബ്ലിക്, ബാങ്കുകൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജനങ്ങൾക്ക് പണം വായ്പ നൽകുന്നത്? ഇമ്പോർട്ടന്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഓരോ ക്ലാസിഫിക്കേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. അത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഒരു മാർക്കിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ചു പോയേക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻസ് ഡെപ്പോസിറ്റിന്റെ ആയാലും ബാങ്ക്സിന്റെ ആയാലും ഒന്നും വിട്ട് കളയരുത്. ഓക്കെ, സെറ്റ് അല്ലേ? അത് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു, ക്ലാസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതാ ഓരോന്നും. അതേപോലെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിച്ച് അങ്ങ് അടിച്ച് കയറ്റി അങ്ങ് വെച്ചേക്കാം. സെറ്റ് അല്ലേ? ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒന്നുകൂടി പറയാം. ബാങ്കുകൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജനങ്ങൾക്ക് പണം വായ്പ നൽകുന്നത്, ക്രെഡിറ്റ് നൽകുന്നത്? അഗ്രികൾച്ചർ പർപ്പസസ് പഠിച്ചോ, ഇമ്പോർട്ടന്റ്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ച് സെറ്റ് ചെയ്തോ. പഠിച്ചു കഴിഞ്ഞവർക്ക് പിന്നെയും റിവൈസ് ചെയ്യാം. ഓക്കെ, ഇൻഡസ്ട്രിയൽ പർപ്പസസ്, കൺസ്ട്രക്ടിങ് ഹൗസസ്, വീടൊക്കെ നിർമ്മിക്കാനായിട്ട്. അതേപോലെ നേരത്തെ പറഞ്ഞോട്ട് കൃഷി ആവശ്യങ്ങൾക്കും അതുപോലെ വ്യവസായ ആവശ്യങ്ങൾക്കും, പിന്നെ ഞാൻ പറഞ്ഞു വീട് വെക്കാനായിട്ട്, അതിന്റെ വീട് പണിയുടെ കാര്യങ്ങൾക്കൊക്കെ കിട്ടും. പിന്നെ പർച്ചേസിങ് വെഹിക്കിൾസ് അല്ലേ, നമ്മുടെ വെഹിക്കിൾസ്, അതായത് വാഹനം ഇല്ലേ, അത് പർച്ചേസ് ചെയ്യാനായിട്ട് മേടിക്കാനായിട്ട് ഈ പറഞ്ഞ ക്രെഡിറ്റ്, അതായത് കടം കൊടുക്കും അല്ലേ, അതായത് ലോണിന്റെ ഇതായിട്ട് കൊടുക്കും, വായ്പയായിട്ട് കൊടുക്കും. പിന്നെ അതേപോലെ പർച്ചേസിങ് ഹോം അപ്ലയൻസസ് ഇല്ലേ, ഹോം അപ്ലയൻസസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പണം വായ്പ നൽകുമെന്നാണ് പറയുന്നത്. കൃഷി ആവശ്യങ്ങൾക്ക്, വ്യവസായ ആവശ്യങ്ങൾക്ക്, വീട് നിർമ്മിക്കാൻ, വാഹനം വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ, വിദ്യാഭ്യാസത്തിന്. ഓക്കെ, വിദ്യാഭ്യാസം ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിനും കൂടി കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ മക്കളെ, സെറ്റ് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, സെറ്റാണ്. ഇനി അടുത്തത് എന്താണ്? വാട്ട് ആർ ദ അതർ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ബൈ ബാങ്ക്സ്, ബാങ്കുകൾ നൽകുന്ന മറ്റു സേവനങ്ങൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്, സ്റ്റാർ മാറിപ്പോടാ. ഓക്കെ, ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് ലോക്കർ ഫെസിലിറ്റീസ്, ലോക്കർ സൗകര്യം. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അതിന് മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മെയിൽ ട്രാൻസ്ഫർ, പിന്നെ അതേപോലെ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, ATM, ഓക്കെ, പിന്നെ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, ഇത്രയും ഫെസിലിറ്റീസ് ബാങ്ക് നൽകും. എൻ്റെ കൂട്ടുകാരനൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ ATM കാർഡ് എല്ലാവർക്കും ഉണ്ടാവില്ല, മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ബാങ്കിൽ അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ബാങ്കിൽ അക്കൗണ്ട് എടുക്കേണ്ട ഒരു ഇത് വരാറുണ്ട്. അപ്പോൾ എന്തായാലും അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ ATM കാർഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ലോക്കർ ഫെസിലിറ്റീസ്, ഇത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളണം. എല്ലാവരും പഠിച്ച കാര്യമാണെന്ന് അറിയാം. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നത് ഒന്നും കൂടി തലയിലിരിക്കാനും ഫ്രഷപ്പ് ചെയ്ത് പോകാനുമായിട്ടാണ്. ഓക്കെ, സെറ്റാണ്. ലോക്കർ ഫെസിലിറ്റീസ്, ലോക്കർ സൗകര്യം. ബാങ്ക് പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റീസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കീപ്പിംഗ് വാല്യുബിൾ അസറ്റ്സ്. വൺ കീ ഓഫ് ദ ലോക്കർ വിൽ ബി വിത്ത് ദ ഓണർ ആൻഡ് അതർ വിൽ ബി വിത്ത് ദ ബാങ്ക്. അതായത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സൗകര്യം ബാങ്കുകൾ നൽകുന്നു. സാധനങ്ങൾ സുരക്ഷിതമായി വെച്ചിട്ടുള്ള ലോക്കറുടെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വലിയ കൺഫ്യൂഷൻസ് ഇല്ല. ഒരു താക്കോല് നമ്മുടെ കയ്യിലും ഒരു താക്കോല് ആരുടെ കയ്യിലുമാണ്? ബാങ്കിന്റെ കയ്യിലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്.
പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണ്? അത് പ്രധാനമായിട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതൊരു ഫെസിലിറ്റിയാണ്, ഒരു സൗകര്യമാണ്. അതായത് എന്താ, ബാങ്ക്സ് ടു സെൻഡ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലത്തേക്ക് എന്താ പണം കൈമാറാൻ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എന്താ ബാങ്കുകൾ അല്ലെങ്കിൽ അയക്കാനായിട്ട് ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റി, സൗകര്യമാണ് നമ്മുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, TD എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് അച്ഛനമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർ ഈ പരിപാടി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഹാവ് ആൻ അക്കൗണ്ട് ഫോർ ദിസ്. ഇതിനെന്താ അക്കൗണ്ട് ആവശ്യമില്ല. ഓക്കെ, ഒരാൾക്ക് പണം സെൻഡ് ചെയ്ത് കൊടുക്കാൻ അക്കൗണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. ഇനി മെയിൽ ട്രാൻസ്ഫർ, മെയിൽ വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാങ്ക്സ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ട്രാൻസ്ഫർ money from anywhere in the world either to one's account or to someone else account. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ എന്താ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. ഓക്കെ, ഇനി ടെലഗ്രാഫിക് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ഇത് ടെലഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this transfer is the mechanism which can be transfer money through a message. It is faster than mail transfer. മെയിലിനേക്കാളും ഫാസ്റ്റർ ആണ്. ഒരു മെസ്സേജ് വഴി എന്താണ് നമുക്ക് പണം അയക്കാം. ഒരു മെക്കാനിസം ആണ് പണം ഇടപാട്. നമുക്കൊരു മെസ്സേജ് വഴി എന്താ നമുക്ക് അയക്കാമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ എന്താ അവസാനമല്ല, ഇനി പറഞ്ഞ കൂടിയുണ്ട്, അതിക്ക് മുമ്പത്തെ ആയിട്ടുള്ള സാധനമാണ് ATM, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഓക്കെ, കാർഡ് ഉണ്ട്, ഇടുന്നു, കുതുന്നു. ഓക്കെ, എത്രയാണ് പൈസ എന്ന് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, പിന്നെ എന്താ കാശ് വരുന്നു, കാർഡ് എടുക്കുന്നു, സന്തോഷപ്പെടുന്നു, പോകുന്നു. ഓക്കെ, ഞാൻ ഇന്നലെയും കൂടി ATM ൽ നിന്ന് എന്താ ഈ പറഞ്ഞ പണം പിൻവലിച്ചോളൂ. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട ഫെസിലിറ്റീസ് ഞാനൊന്ന് വായിക്കാം. ഇത് സിമ്പിളാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഫെസിലിറ്റീസ് ടു വിത്ഡ്രോ മണി എനി ടൈം വിത്തൗട്ട് ഗോയിങ് ടു ദ ബാങ്ക്. ഇറ്റ് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ATM. Now ATM of some banks provide the opportunity to deposit and withdraw money. For this, banks provide ATM ഡെബിറ്റ് കാർഡ്സ്. ഓക്കെ, ഡെബിറ്റ് കാർഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ബാങ്ക് ഇല്ലേ? നമ്മുടെ കയ്യിലൊരു കാർഡ് ഉണ്ടാവും, അത് വെച്ചിട്ടാണ് എന്താ നമ്മൾ പൈസ പിൻവലിക്കുന്നത്. അതിനെ ഡെബിറ്റ് കാർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പണം പിൻവലിക്കാനുള്ള ഒരു സൗകര്യമാണ് പ്രധാനമായിട്ടും ഇത് തരുന്നത്. ഓക്കെ, എത്രയും പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാങ്കിൽ പോകാതെ നമുക്ക് ഏത് സമയത്ത് എവിടെ നിന്നായാലും ATM കൗണ്ടറിൽ ചെന്ന് ഈ പറഞ്ഞ കാർഡ് വെച്ചിട്ട് പണം പിൻവലിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഏറ്റവും അവസാനത്തിന് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രെഡിറ്റ് കാർഡും. ഇതെന്താണ്? ഇതൊരു പ്ലാസ്റ്റിക് കാർഡ് തന്നെയാണ്. അതേപോലെ യൂസിങ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി പർച്ചേസ്ഡ് ഈവൻ വിത്തൗട്ട് ഹാവിംഗ് ക്യാഷ് ഇൻ വൺസ് അക്കൗണ്ട്. ഓക്കെ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ കൂട്ടുകാരനൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്താ പണം, അതായത് നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ എന്താ ക്രെഡിറ്റ് ആയിട്ട് ഇല്ലേ, നമുക്ക് കടമായിട്ട് എന്താ ഈ പൈസ ഈ കാർഡ് വഴി വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ എന്താ എന്തെങ്കിലും പർച്ചേസോ കാര്യങ്ങളൊക്കെ നടത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മളത് എന്താ തിരിച്ചടക്കണം. പിന്നെ അതേപോലെ തന്നെ the money has to be remitted to the bank later within a specific period. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നിശ്ചിത സമയത്ത് എന്താണ് ഈ സാധനം ഈ പൈസ അവർ പറയുന്ന പോലെ എന്താ കാര്യങ്ങൾ അവർ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ട് പൈസ തിരിച്ചടക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബാങ്ക്സ് പ്രൊവൈഡ് സർവീസസ് ലൈക്ക് ദ പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം, പിന്നെ ടെലിഫോൺ ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽ ആൻഡ് റെൻഡറിംഗ് സർവീസസ് ലൈക്ക് മൊബൈൽ റീചാർജിംഗ്, ബുക്കിംഗ്, ജേർണി, ടിക്കറ്റ് എക്സെട്ര. ഇതൊക്കെ എന്താ ബാങ്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ഓക്കെ, ചെയ്യും, നമുക്കറിയാം. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു പോയി. ഈ പറഞ്ഞ ABCDEF എന്ന് പറഞ്ഞു പോയി. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ബാങ്ക് നൽകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചോളണം. ഓക്കെ, ഇത് ബുദ്ധിമുട്ടുള്ളൊരു 4 ഉണ്ടെങ്കിലും മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, പഠിക്കാൻ പറ്റുന്ന ആളുകൾ ഓക്കെ ഒരു ഫുള്ളായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക. മടി കാണിച്ച് പഠിക്കാണ്ടിരിക്കരുത്. ഇനി അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ്? ഓക്കെ, ഇലക്ട്രോണിക് ബാങ്കിങ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ഓൾ ട്രാൻസാക്ഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ത്രൂ നെറ്റ് ബാങ്കിങ് ആൻഡ് ടെലി ബാങ്കിങ്. ഓക്കെ, അതായത് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നെറ്റ് ബാങ്കിങ്ങും ടെലി ബാങ്കിങ്ങും വഴി നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഈ ബാങ്കിങ് എന്ന് നമ്മൾ പറയും. എനി ടൈം ബാങ്കിങ്, എനിവേർ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോൺ ബാങ്കിങ് എക്സെട്ര ആർ പാർട്ട് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് നടത്താം. നെറ്റ് വഴി, എനിവേർ ഓക്കെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നടത്താം. മൊബൈൽ ഫോൺ വഴി എന്ത് വഴി വേണമെങ്കിലും നമുക്ക് നടത്താം. സിസ്റ്റം ഉപയോഗിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊക്കെ നമുക്ക് നടത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. ഇനി അതേപോലെ തന്നെ ഹൗ ഇ ബാങ്കിങ് ഈസ് ഹെൽപ്ഫുൾ ടു ദ പബ്ലിക്. ഈ ബാങ്കിങ് എങ്ങനെ ഉപഭോക്താക്കൾക്ക് സഹായകരമാകുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. മണി ക്യാൻ ബി സെൻഡ് ആൻഡ് ബിൽ ക്യാൻ ബി പെയ്ഡ് എനിവെയർ ഇൻ ദ വേൾഡ് ഫ്രം ഹോം. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ എന്താ സേവ് ടൈം, ലോ സർവീസ് ചാർജ്. അതായത് എന്താ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്താ നമുക്ക് പണം അയച്ചു കൊടുക്കാം അല്ലേ, എന്തെങ്കിലും ബില്ല് അടയ്ക്കാം. പിന്നെ അതേപോലെ എന്താണ് നമുക്ക് സമയം എന്താണ് ബാങ്കിൽ പോകേണ്ട സമയം നമുക്ക് എന്താണ് സേവ് ചെയ്യാം അല്ലേ. ബാങ്കിൽ പോയി ക്യൂ നിന്ന് അയ്യോ അതിനേക്കാളെ ഏറ്റവും ബെറ്റർ അല്ലേ ഈ ബാങ്കിങ് ഫെസിലിറ്റീസ് അല്ലേ. ഗൂഗിൾ പേ, ഫോൺ പേ അറിയാലോ കുട്ടികളെ. ഓക്കെ, അതേപോലെ തന്നെ ലോ സർവീസ് ചാർജിന്റെ സർവീസ് ചാർജ് എന്താ കുറവായിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ വാട്ട് ഈസ് കോർ ബാങ്കിങ്? കോർ ബാങ്കിങ് എന്നാൽ എന്ത്?
അതായത് കോർ ബാങ്കിങ് ഈസ് ദ ഫെസിലിറ്റീസ് വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബ്രാഞ്ചസ് ഓഫ് ഓൾ ബാങ്ക്സ് ആർ ബ്രോട്ട് അണ്ടർ എ സെൻട്രൽ സെർവർ. ബാങ്കിങ് സർവീസസ് ഫ്രം വൺ ബാങ്ക് ടു അനദർ ഈസ് മെയ്ഡ് പോസിബിൾ. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിങ്. സെറ്റ്, സിമ്പിൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്. ബാങ്ക്സിൻ്റെ നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കോർപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് സഹകരണ ബാങ്കുകൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കോർപ്പറേഷൻ, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആർ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്. സഹകരണ സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. ഓക്കെ, ഇവരുടെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. ഓക്കെ, അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അതേപോലെ തന്നെ ഇത് പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ എയിംസ് ഓഫ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പ്രൊവൈഡ് ലോൺസ് ടു ദ പബ്ലിക്, പബ്ലിക്കിന് ലോൺ കൊടുക്കുക. പ്രൊട്ടക്ട് ദ വില്ലേജസ് ഫ്രം പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, അതായത് ഈ വട്ടിപ്പലിശ എന്നൊക്കെ കേട്ടിട്ടില്ലേ, കൊള്ളപ്പലിശ, ബ്ലേഡ് പലിശ ഇല്ലേ, പലിശ ഈടാക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ അവരിൽ നിന്ന് ഈ പറഞ്ഞ പാവപ്പെട്ട ജനങ്ങളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കർഷകരെ, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ രക്ഷിക്കുക അല്ലേ. ഒരു ഗതിയിലുണ്ടാകുമ്പോൾ ആ പാവങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഈ കൊള്ള പലിശയ്ക്ക് ഈ പൈസ മേടിക്കും. അപ്പോൾ അതിൽ നിന്ന് പകരം അവർക്കൊരു മുക്തി നേടിക്കൊടുക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഇനി പ്രൊവൈഡ് ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ കൊടുക്കുന്നു. എൻകറേജ് സേവിങ്സ് ഹാബിറ്റ് എമംഗ് പീപ്പിൾ. ഓക്കെ, അതായത് ജനങ്ങൾ ഈ പറഞ്ഞ സേവ് ചെയ്ത് വെക്കുക ഇല്ലേ, ആ ഒരു ഹാബിറ്റിനെ നല്ല രീതിയിൽ ഇവർ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സമ്പാദ്യശീലം വളർത്തും. ഓക്കെ, ഇനി അതേപോലെ തന്നെ വാട്ട് ആർ ദ ലെവൽസ് ഓഫ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്, അതിൽ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നുണ്ട്, ഡിസ്ട്രിക്ട് വരുന്നുണ്ട്, പ്രൈമറി കോർപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നുണ്ട്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇത് പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻസ്. ഇത് സിമ്പിൾ ആണ്, ഇത് എന്താണെന്ന് വായിച്ച് നോക്കിയാൽ മതി. എല്ലാവരും അത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയിരിക്കണം. ഇത് ചിലപ്പോൾ ഒരു 3 മാർക്കിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സെറ്റാണ്, എല്ലാവരും അത് വായിച്ചു നോക്കണം. അതേപോലെ വാട്ട് ഈസ് എ ഡെവലപ്മെന്റ് ബാങ്ക്, എന്താണ് വികസന ബാങ്ക്? വർക്കിംഗ് ആസ് ആൻ ഏജന്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ്. പ്രൊവൈഡ്സ് ലോൺ ഫ്രം കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്, സ്മോൾ scale industry and basic infrastructure development. The Industrial Finance Corporation of India, IFCI, is a development bank in India എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വിവിധ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക്. അതേപോലെ ഇവർ ലോൺസ് കൊടുക്കുന്നു അല്ലെ, എന്തിന്? ചെറിയ വീട് വെക്കാനും, അതേപോലെ ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ വീട് വെക്കാനും, ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ, വലിയ ബിഗ് അല്ല, ചെറിയ ഇൻഡസ്ട്രീസ്, അതേപോലെ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ഇവർ ലോൺസ് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ബാങ്കിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ദ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI, ഒരു ഡെവലപ്മെന്റ് ബാങ്കാണ്. പിന്നെ അതേപോലെ തന്നെ വാട്ട് ആർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്, എന്താണ് സവിശേഷ ബാങ്കുകൾ? സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സെർട്ടൈൻ സ്പെസിഫിക് സെക്ടേഴ്സ്, അതായത് ഈ പറഞ്ഞ സെർട്ടൈൻ ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ വിവിധ പ്രത്യേക മേഖലകളുണ്ടാവും, അവരുടെ വികസനം, അവരുടെ കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഈ സപ്പോർട്ട് ഒക്കെ വേണമെങ്കിൽ ഫിനാൻഷ്യലി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ പണം നൽകുന്ന ബാങ്ക്സ് ആണ് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. സിമ്പിൾ കാര്യമാണ്, അത് വെച്ച് പഠിച്ചാൽ മതി. പിന്നെ അതേപോലെ സെർട്ടൈൻ സ്പെസിഫിക് ബാങ്ക്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. ഓക്കെ, അതിൽ വരുന്നതാണ് നമ്മുടെ എക്സിം ബാങ്ക്, അതേപോലെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ്. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ബാങ്ക്സും അതിൻ്റെ ഫീച്ചേഴ്സും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ബാങ്കാണ്. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അല്ലേ, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പർപ്പസിനാണ് ഈ ബാങ്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രൊവൈഡ് ലോൺസ് ഫോർ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് പ്രൊഡക്ട്സ്, പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻസ് ടു ഇൻഡിവിജ്വൽസ് ഹു കം ഇൻ ടു ദി സെക്ടർ. ഓക്കെ, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അതായത് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ആ ഒരു പ്രൊഡക്ട്സിന് ഇവർ ലോൺ കൊടുക്കും. പിന്നെ ഈ ഇൻഡിവിജ്വൽസ്, ഈ ഒരു സെക്ടറിലേക്ക് വരുന്ന ഇൻഡിവിജ്വൽസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകും. അതേപോലെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI, പ്രൊവൈഡ്സ് ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് ന്യൂ സ്മോൾ സ്കെയിൽസ് ഇൻഡസ്ട്രീസ് ആൻഡ് ടു
modernize existing industries, aim to എന്താണ് aim to utilize village industries എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. അതേപോലെ ഗ്രാമീണ വ്യവസായത്തെ ഉയർത്തുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തിന്റെ? ഈ SIDBIയുടെ ലക്ഷ്യം. അതേപോലെ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യമാണ് നബാർഡ്. ഇതിന്റെ ഫീച്ചേഴ്സ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിനൊപ്പം ഇതൊന്നും പഠിക്കുക. അപെക്സ് ബാങ്ക് ഇൻ ഇന്ത്യ വിച്ച് ഫങ്ഷൻസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജ് ആൻഡ് അഗ്രികൾച്ചർ, യുണൈറ്റ്സ് ഓൾ ദ ബാങ്ക്സ് വിച്ച് ഓപ്പറേറ്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജസ്, പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു അഗ്രികൾച്ചർ, ഹാൻഡിക്രാഫ്റ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതായത് ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് എന്ത് ബാങ്ക്? നമ്മുടെ നബാർഡ് എന്ന് നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ബാങ്ക്. അതേപോലെ തന്നെ ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കുണ്ട്. അതായത് ഗ്രാമങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്ന ബാങ്കുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അതുങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റ കീഴിൽ യൂണിഫൈഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ബാങ്കാണ് എന്ത്? നബാർഡ്. അതേപോലെ തന്നെ എന്താണ്? കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം, ഇതിനൊക്കെ എന്താണ്? നല്ല രീതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും പഠിക്കും. ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആണ്. അതേപോലെ തന്നെ എന്താണ്? സം ന്യൂ ബാങ്ക്സ് ഹാവ് എമർജ്ഡ് ഇൻ ദ ബാങ്കിങ് സെക്ടർ വിത്ത് സർട്ടൈൻ സ്പെസിഫിക് എയിംസ്. അപ്പോൾ എന്താ പുതിയ ബാങ്ക്സ് ഒക്കെ എന്താ ഈ പറഞ്ഞ പല പല ആവശ്യങ്ങൾക്കായിട്ട് എന്താ ഈ പറഞ്ഞ കുറച്ച് ബാങ്ക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ബാങ്ക്സിന്റെ പേരാണ് 3 ഉണ്ട്. ഇത് 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മഹിളാ ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, മുദ്രാ ബാങ്ക്. ഓക്കെ, 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ മഹിളാ ബാങ്ക് എന്താണ്? ഭാരതീയ മഹിളാ ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ നവംബർ 2013. 2013 സ്റ്റാർട്ട് ചെയ്തത്. ദ സ്ലോഗൻ ഓഫ് ദിസ് ബാങ്ക് ഈസ് വുമൺ എംപവർമെന്റ് ഈസ് ഇന്ത്യാസ് എംപവർമെന്റ്. ഇന്ത്യയുടെ എന്താണ് ശാക്തീകരണം എന്ന് പറഞ്ഞാൽ വുമൻസ്, സ്ത്രീകളുടെ ശാക്തീകരണമാണ്. ഓക്കെ, സ്ത്രീ. അതേപോലെ ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് മെയിൻലി ടു വുമൺ, അതായത് സ്ത്രീകൾക്കാണ്. എന്താ? മഹിള എന്ന് പറഞ്ഞാൽ വനിത എന്നല്ലേ, പുരുഷൻ എന്നല്ലല്ലോ അർത്ഥം വരുന്നേ. അപ്പൊ മഹിളകൾക്കാണ് പ്രധാനമായിട്ടും എന്താ ഇവർ ലോൺസ് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ പേയ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് എസ്റ്റാബ്ലിഷ് ടു ഹെൽപ്പ് ദ ലോ ഇൻകം ഗ്രൂപ്പ് ആൻഡ് മൈഗ്രേറ്റഡ് എംപ്ലോയീസ്. അതായത് എന്താ ഈ പറഞ്ഞ കുറഞ്ഞ വരുമാനക്കാരെയും അതേപോലെ എന്താ ഈ പറഞ്ഞ കുടിയേറ്റ തൊഴിലാളികളെ സഹായിക്കാനായിട്ട് രൂപം കൊണ്ടുവന്ന ഒരു ബാങ്കാണ് പേയ്മെന്റ് ബാങ്ക്. ദേ ഡു നോട്ട് പ്രൊവൈഡ് ഓൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ ബാങ്ക്സ്. അതായത് എല്ലാ ഫെസിലിറ്റീസും ഒന്നുമല്ല, ഈ പറഞ്ഞ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്താ ഇവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. എല്ലാവരും അതൊന്ന് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ചോദിക്കാനായിട്ട് ഒരു ചാൻസ് നാം കാണുന്നു. accept deposits up to only 1 lakh rupees from individuals. 1 ലക്ഷം രൂപ വരെയാണ് എന്താ നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു പരിധി. പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ആസ് സ്പെസിഫൈഡ് ബൈ ദ RBI. അപ്പോൾ എന്താ ഡിപ്പോസിറ്റ്സിന് എന്താണ് ഈ പറഞ്ഞ നിക്ഷേപങ്ങൾക്ക് ഇൻട്രസ്റ്റ് നൽകുമെന്നാണ് പറയുന്നത്. RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഡു നോട്ട് പ്രൊവൈഡ് ലോൺസ് നൽകൂല. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ 3 പോയിന്റ് പഠിച്ചു. ചാർജ് എ സ്പെസിഫിക് ഫീ ആസ് കമ്മീഷൻ ഫോർ ബാങ്ക് ട്രാൻസാക്ഷൻ. ബാങ്ക് ട്രാൻസാക്ഷൻ ഒരു ചെറിയ ഒരു കമ്മീഷൻ, നമ്മളൊരു കമ്മീഷൻ മേടിക്കും എന്തെങ്കിലും കാര്യത്തിന്. അതേപോലെ ഈ ബാങ്കും കമ്മീഷൻ മേടിക്കും. ഓൺലി ഡെബിറ്റ് കാർഡ്സ് വിൽ ബി പ്രൊവൈഡഡ്. ഡെബിറ്റ് കാർഡ് മാത്രമേ ഈ ബാങ്കിൽ നിന്ന് കിട്ടുള്ളൂ, നോ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, സെറ്റ് ആണ്. ഇനി അതേപോലെ തന്നെ എന്താണ് മുദ്രാ ബാങ്ക്സ്? മുദ്രാ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷോർട്ട് ടേംസ് ലോൺസ്, അതായത് ചെറുകിട എന്താണ് വായ്പകളൊക്കെ നൽകുന്ന ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ് നമ്മുടെ മുദ്രാ ബാങ്ക്. ഓക്കെ, മുദ്രാ ലോൺസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഈ പറഞ്ഞ എന്താ ഈ നമ്മുടെ ഓൺട്രപ്രണേഴ്സ്, അതായത് ഇൻഡിവിജ്വൽസ് ഒക്കെ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ, ചെറിയ സംരംഭങ്ങളൊക്കെ അതിൽ അവർ തുടങ്ങുമ്പോൾ, അവരെന്താ സ്ഥാപിക്കുമ്പോൾ, അത് തുടങ്ങുമ്പോൾ എന്താ ഈ പറഞ്ഞ മുദ്രാ ലോൺസിൽ നമുക്ക് മുദ്രാ ബാങ്ക്സിൽ നമുക്ക് ലോൺസ് കിട്ടാറുണ്ട്. ഓക്കെ, പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ മുദ്രാ ബാങ്ക് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു സ്മോൾ സ്കെയിൽ ഓൺട്രപ്രണേഴ്സ് ആൻഡ് മൈക്രോ ഫിനാൻസസ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺട്രപ്രണർ എന്നാണ് അതിൻ്റെ പറയുക, എൻട്രപ്രണർ അല്ല, ഓൺട്രപ്രണർ എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അതുപോലെ മൈക്രോ ഫിനാൻസസ്, അതായത് എന്താ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസസിനും ചെറുകിട സംരംഭകർക്കും എന്താണ് ഇവർ ലോൺ നൽകുമെന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. ഈ 2 കുഞ്ഞിക്കാര്യം ഇതിനകത്ത് പഠിക്കാനുള്ളൂ. പിന്നെ എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ ബട്ട് ഡു നോട്ട് പെർഫോം ഓൾ ദ ഫംഗ്ഷൻസ് ഓഫ് എ ബാങ്ക്. ഇതും ഒരു ധനകാര്യ സ്ഥാപനം, അതായത് എന്താ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സെക്ടറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്താ മറ്റ് ബാങ്ക്സ് ഒക്കെ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടി കളിക്കുന്ന പോലെ ഇതങ്ങ് കളിക്കൂല. ഓക്കെ, അത്രയും ഫംഗ്ഷൻസ് ഒന്നും ഇതിനില്ല.
ഓക്കെ. ദേ ഡു ബേസിക് ഫംഗ്ഷൻസ് സച്ച് ആസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് ലോൺസ് എക്സെട്ര. അതായത് പലിശയ്ക്ക് പണം കൊടുക്കും, പിന്നെ എന്താണ് ഈ പറഞ്ഞ ഡെപ്പോസിറ്റ്സ് ഇവർ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇവർ ചെയ്യുന്ന പരിപാടി. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്, വാട്ട് ആർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ. ദീസ് ആർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദേ ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനി ആക്ട് 1937. കമ്പനി 37 36 കമ്പനി ആക്ട് പ്രകാരം 1936 വന്നു. റിസർവ് ബാങ്കിന്റെ എന്താണ് കീഴിൽ നല്ല രീതിയിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് എന്താണ് ഈ പറഞ്ഞ നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ വാട്ട് സർവീസസ് ആർ പ്രൊവൈഡ് ബൈ നോൺ ബാങ്കിങ് കമ്പനീസ് എന്നാണ് പറയുന്നത്. അവർ ഹയർ പർച്ചേസസിന് എന്താണ് ഈ പറഞ്ഞ ലോൺസ് കൊടുക്കുന്നു. അതേപോലെ എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്, വീട് പണിക്ക് ലോൺസ് കൊടുക്കുന്നു. അതേപോലെ ഗോൾഡ് ലോൺ കൊടുക്കുന്നു. പിന്നെ എന്താണ് പ്രൊവൈഡ് ലോൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇല്ലേ, ആ സ്ഥിര നിക്ഷേപം ഇല്ലേ, അതിന് എന്താണ് അതിൻ പ്രകാരം അവർ ലോൺ കൊടുക്കുന്നു. അതേപോലെ തന്നെ റണ്ണിങ് ചിട്ടി അവർ റൺ ചെയ്യുന്നുണ്ട്. KSFE ഈസ് ദ മാജിക് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഓപ്പറേറ്റിംഗ് ഇൻ കേരള. ഓക്കെ. ഇത് ഈ KSFE എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ കീഴിൽ എന്താ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് നോൺ ബാങ്കിങ് കമ്പനീസ് ആണ്. എന്തിന് ഈ പറഞ്ഞ നോൺ ബാങ്കിങ് കമ്പനീസിന് കീഴിൽ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു എന്താണ് കമ്പനിയാണ് നമ്മുടെ KSFE. എല്ലാവരും കേട്ടിട്ടുണ്ട്. KSFE ചിട്ടികൾ വെക്കൂ, നല്ലതാണ്, എല്ലാവർക്കും ലാഭമുണ്ടാകും. കേട്ടിട്ടുണ്ടല്ലോ. ഇനി അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഈസ് എ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതൊരു തരത്തിലുള്ള നിക്ഷേപ മാർഗ്ഗമാണ്. കോമൺ മാൻ ഈസ് നോട്ട് ഓൾവേസ് ഏബിൾ ടു ഇൻവെസ്റ്റ് ഇൻ ദ ഷെയർ മാർക്കറ്റ് ഡയറക്ട്ലി. അപ്പോൾ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഓക്കെ. അത് ഈ സാധാരണക്കാരൻ എന്താ ഇടാൻ പറ്റൂല, കാരണം ഇത്രയും റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. ദിസ് ലിമിറ്റേഷൻ ക്യാൻ ബി ഓവർകം ത്രൂ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് വഴി എന്താ നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LICMF അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ എന്താണ് ഈ പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്താ പബ്ലിക് സെക്ടർ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഓക്കെ. അതായത് ഗവൺമെന്റിന്റെ കീഴിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസ് എന്തൊക്കെയാണ്, നമുക്ക് എന്താ ഒരു ഇൻഡിവിജ്വലിന് എന്താണ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ്. എന്താ അവന്റെ ജീവിതത്തിനും അതേപോലെ അവന്റെ ലൈഫ് അതേപോലെ തന്നെ അവന്റെ വെൽത്ത് സമ്പത്തിനൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നൽകാനാണ് ഇൻഷുറൻസ് കമ്പനീസ് വന്നിട്ടുള്ളത്. ദേ അഷ്വർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പേഴ്സണൽ വെൽഫെയർ. ഓക്കെ. അതായത് എന്താണ് നല്ല രീതിയിൽ ഈ പറഞ്ഞ പേഴ്സണൽ വെൽഫെയറും സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ കിട്ടും. അതേപോലെ ദ ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊൽക്കത്ത 1818. 1 മാർക്ക് ക്വസ്റ്റ്യൻ 1818 ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ടുഡേ ഇൻഷുറൻസ് കമ്പനീസ് ഓപ്പറേറ്റ് ഇൻ ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. ഇത് എവിടെയാ? പബ്ലിക്കിലും കയറി കളിക്കും, പ്രൈവറ്റിലും കയറി കളിക്കും. എന്ത്? ഇൻഷുറൻസ് കമ്പനീസ്. ഓക്കെ. സെറ്റ് അല്ലേ? ഇനി എന്താണ് മൈക്രോ ഫിനാൻസ് എന്ന് നോക്കാം. എന്താണ്? ദ എയിം ഓഫ് മൈക്രോ ഫിനാൻസ് ഈസ് ടു പ്രൊവൈഡ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡിംഗ് micro credit to common people. Okay, these help in encouraging saving habit among the low income groups in the society. The Kudumbasri and Menself groups operating in Kerala are example of this. ഇല്ലേ നമ്മുടെ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ കുടുംബശ്രീ ഒക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാം ഇല്ലേ? മിക്കവരും അമ്മമാർ അതിനകത്ത് അംഗമായിട്ടുണ്ടാവും. പിന്നെ എന്താ സ്വയം സഹായ സംഘങ്ങളൊക്കെ ഉണ്ട്. ഇവരെന്താണ് ഈ പറഞ്ഞ സാധാരണക്കാർക്ക് എന്താ ഈ ലോൺസ് ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഓക്കെ. അവരൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ജനങ്ങൾക്ക് ഒരു സേവിങ് ഹാബിറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിനാൻസ് ആണ് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ്. ഈ പറഞ്ഞ സാധാരണക്കാർക്ക് പ്രധാനമായിട്ടും പണം കൊടുക്കുക. ഓക്കെ. അതൊക്കെയാണ് ഇവരുടെ എന്താ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഗോൾസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഇൻ കളക്റ്റീവ് ഡെവലപ്മെന്റ് ബൈ മൊബിലൈസിംഗ് മണി ഫ്രം ഇൻഡിവിജ്വൽസ്. ഹെൽപ്പ് ടു ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ പുവർ. എൻകറേജസ് സേവിംഗ് ഹാബിറ്റ്. മേക്സ് യൂസ് ഓഫ് ദ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഫോർ ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. പ്രൊവൈഡ് ലോൺസ് ടു മെമ്പേഴ്സ് ഇൻ നീഡ്. സ്റ്റാർട്ട് സ്മോൾ സ്കെയിൽ എന്റർപ്രൈസസ്. അതായത് അംഗങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് എന്താണ് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം എന്താ ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. പിന്നെന്താണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് വികസനത്തിനൊക്കെ എന്താണ് പ്രധാനമായിട്ടും ഇത് പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അംഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. അംഗങ്ങൾക്ക് എന്താണ് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കാം. ഈ മോഡേൺ ബാങ്ക്സ് ഏതൊക്കെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ,
മോഡേൺ ബാങ്ക്സ് ഏതൊക്കെയാണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 9ാം ചാപ്റ്റർ, ജോഗ്രഫിയിലെ 9ാമത്തെ ചാപ്റ്റർ നമ്മുടെ എന്താണ് പോക്കറ്റിലാണ്. നമ്മുടെ പോക്കറ്റിലാണ് ഏത് ഈ ചാപ്റ്റർ. ഇത്രയും സ്ലൈഡ് ഉണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ പോക്കറ്റിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞാണ്, ഞാൻ ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞു പോയത്, കാരണം റിവിഷൻ ആണല്ലോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനും ഇതൊന്നും കൂടി ഒന്ന് പുതുക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്താ ഇത് സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും എന്താ SLC പരീക്ഷ അടിച്ച് പൊളിച്ച് തകർത്ത് കിടിലനായിട്ട് എഴുതണം. ഓക്കെ, പവറായിട്ട് തീയായിട്ട് എഴുതണം. ഇലക്ട്രിഫൈങ് പെർഫോമൻസ് നമ്മുടെ റിസൾട്ടിൽ നമുക്ക് കാണണം, നമ്മൾ കാണിക്കും. അപ്പോൾ ഇത് എന്താ നല്ല രീതിയിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഐഷുവർ എന്താ ഈ സാധനം വരും, നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ ന്യൂട്ടൺസിൻ്റെ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കമൻ്റ് ഒക്കെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് ബെസ്റ്റ് വിഷസ് ഞാൻ നേരുകയാണ്. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവരും അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതി അടിച്ച് കയറി വാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.